You to live forever in love. Come over. Give you my world, you I deserve. When you smile, you make me stronger. Wherever you go, you feel me next to you. And in my arms, I make you feel stronger. Close my eye to feel. You make me stronger. Every night I want you. Tonight I feel heartless. I won't give up on you. You make me stronger. Every night I want you. Tonight I feel heartless. I won't give up on you. I will give up on you. Give up on you. Give up on you. I close my to feel. Oh baby, you make me stronger. Every night I want you. Tonight I feel heartless. I won't give up on you. You make me stronger. Every night I want you. Tonight I feel heartless. I won't give up on you. Yeah, 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 yeah. Yeah, 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 yeah. Yeah, 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 yeah. Give up on you. Yeah, 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 yeah. Yeah, 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 yeah. Yeah, 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 yeah. I give you my world, only you I deserve. And when you smile, you make me stronger. Wherever you go, you feel me next to you. And in my arms, make you feel stronger. Yeah, 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 yeah. Yeah, 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 yeah. Yeah, 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 yeah. I give you my world, only you I deserve. Coming over. And when you smile, you make me stronger.
the only way to be. Silly games that you were playing, empty words we both were saying. Let's work it out, boy. Let's work it out, boy. Any deal that we endeavor, boys and girls feel good together. Take it or leave it. Take it or leave it. Are you as good as I remember, baby? Get it on, 'cause tonight is the night when two become one. I need some love like I never needed love before. Make love to ya, baby. I had a little love, now I'm back for more. Make love to ya, baby. Set your spirit free. It's the only way to be. Be a little bit wiser, baby. Put it on, 'cause tonight is the night when two become one. I need some love like I never needed love before. Make love to ya, baby. I had a little love, now I'm back for more. Make love to ya, baby. I need some love like I never needed love before. Make love to ya, baby. I had a little love, now I'm back for more. Make love to ya, baby. Set your spirit free. It's the only way to be. It's the only way to be. It's the only way to be. സർവനന്മകൾക്കായി ഞാനെന്തോ ചെയ്യേണ്ടു നിനക്ക് യേശുപരാ. ഇപ്പോഴെന്തോ ചെയ്യേണ്ടു നിനക്ക് യേശുപരാ. നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്നെ നിറയുന്നേ സന്നാ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവ്വ അന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അതിന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവേ, ഈ മനോഹരമായ ദിവസത്തിനായി ഇതിന്റെ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആയുസ്സിൽ കണ്ടിട്ടില്ലാത്തൊരു പുതിയ ദിവസമായ നന്മകളെ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. പലയിടങ്ങളായിരുന്നു ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കർത്താവെ ഭവനത്തിൽ അവിടുന്ന് കൂട്ടി വരുത്തിയവിടുത്തെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ദിനംതോറും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നതായ നന്മകൾക്കായി സ്തോത്രം. കുടുംബമായി അങ്ങേ സേവിച്ച് അങ്ങേ മാനിച്ച് ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം അടുത്ത വലിയ ദാനമാണല്ലോ കർത്താവെ. കുടുംബജീവിതത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുന്ന അവിടുന്നാണല്ലോ. അവിടുന്ന് ഞങ്ങളുടെ ഭവനങ്ങളിൽ നാഥനായിരിക്കണമേ.
പ്രത്യേകാൽ കർത്താവ് ഈ ഭവനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസനെയും ദാസിയെയും ദാനം കൊടുത്ത കുഞ്ഞുങ്ങളെയും കുടുംബമായി അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത്രത്തോളം നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ അവിടുന്ന് കൂടെ നടത്തിയ ദൈവമാണല്ലോ. തുടർന്നും അവിടുന്ന് വഴി നടത്തണമേ, എല്ലാ നന്മകളും നൽകണമേ. മക്കളെ രണ്ടുപേരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകൾ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ നടത്തിയ ദൈവം അവിടുന്നാണല്ലോ. വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ വിദ്യാഭ്യാസത്തിൽ ജോലി കാര്യങ്ങളൊക്കെ ഇതുവരെയും അവിടുത്തെ നടത്തിപ്പും അവിടുത്തെ ആലോചനയും കാവലും ഉണ്ടായിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകൾക്ക് വേണ്ടി തക്കതായ തുണി അവിടുന്ന് ഒരുക്കിയല്ലോ, അതിനായി സ്തോത്രം. ഒരുക്കപ്പെട്ട മകനെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു, ആ കുടുംബത്തെയും ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കുന്ന വിവാഹ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രീതിപ്രകാരം കർത്താവെ ഇന്ന് വിവാഹ ശുശ്രൂഷയിലൂടെ കുടുംബ ജീവിതത്തിലേക്ക് നിന്റെ കുഞ്ഞുങ്ങൾ പ്രവേശിക്കുമ്പോൾ അവിടുത്തെ സ്വർഗീയ വാഴ്വ് അനുഗ്രഹങ്ങൾ നിന്റെ മക്കളുടെ ജീവിതത്തിൽ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുത്തെ സാന്നിധ്യം ഇന്ന് ഞങ്ങൾക്ക് അനുഭവിക്കുവാനിടയാകണമേ. കാനാവിലെ കല്യാണ വിരുന്നിൽ കർത്താവെ അവിടുന്ന് എഴുന്നള്ളി വന്ന് അവിടുത്തെ സാന്നിധ്യം കൊണ്ട് അവിടുത്തെ കുറവുകളെ പരിഹരിച്ച കർത്താവെ ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലും അവിടുത്തെ കൃപയും സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്ന് കടന്നു വരേണ്ട എല്ലാവരും തക്ക സമയത്ത് കടന്നു വരുവാനിടയാകണമേ. കാലാവസ്ഥ അവിടുന്ന് അനുകൂലമാക്കണമേ. ഞങ്ങളുടെ വാഹനങ്ങളൊക്കെ അവിടെ നിയന്ത്രിക്കണമേ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഇടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ തലവണക്കിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ഒരുമിച്ചുള്ള പ്രാർത്ഥന കർത്താവേ നിന്റെ മകൾക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവേശ്വര നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരയണമേ. തിരുവക്ഷ സ്വർഗത്തിലെ പോലെ ഞങ്ങളെ പരീക്ഷയിലേക്ക് വിശ്വസിക്കാതെ രാജ്യം ശക്തിയും മഹത്വം എന്നേക്കുള്ളതാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവത്തിന്റെ വാഴുള്ള അനുഗ്രഹം കണ്ടുകൊള്ളും നാം എല്ലാവരോടുകൂടെ പ്രതികാലം നടക്കുന്ന വിവാഹ ശുശ്രൂഷയുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആശയോടുകൂടെ ഒരുക്കപ്പെട്ട മകനോടുകൂടെ അവരുടെ കുടുംബ ജീവിതത്തോടുകൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. Lord, I come, I confess, bowing here, I find my rest, and without you, I fall apart. You're the one that guides my heart. Lord, I need you, oh, I need you. Every hour I need you. My one defense, my righteousness, oh God, how I need you. Where sin runs deep, your grace is more. Where grace is found is where you are. And where you are, Lord, I am free. Holiness is Christ in me. It's where you are, Lord, I am free. Holiness is Christ in me. Lord, I need you, oh, I need you. Every hour I need you. My one defense, my righteousness, oh God, how I need you. So teach my song to rise to you. When temptation comes my way, and when I cannot stand, I'll fall on you. Jesus, you're my hope and stay. And when I cannot stand, I'll fall on you. Jesus, you're my hope and stay.
കൂതാശയ്ക്കായി വന്നിരിക്കുന്ന എല്ലാവരെയും ഹാർദമായിട്ട് ഈ ദൈവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യാവസാനം പ്രാർത്ഥനാപൂർവ്വം വിവാഹ കൂതാശയിൽ പങ്കെടുക്കുവാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു, മരണം ഇല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഗായക സംഘം ഇപ്പോൾ ആദ്യ വിവാഹം നാളിൽ നമ്മൾ ഗാനം ആലപിക്കും.
ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോവുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴ്വുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാളന്മാർ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടികൾ പരിപൂർണതപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടെ ആദ്യം മുതൽ നിന്നെ പ്രസാദിച്ചുള്ള സകല പരിശുദ്ധന്മാരുടെ കൂടെ മാഞ്ഞുപോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സലരുടെ ബന്ധങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരയറ്റും. ഭൂവാസികളെയോ സന്തോഷിപ്പിച്ച കരുണാകരനാം മശിഹായേ സേവകനായേ രക്ഷകവൻ കൈ നീട്ടി തിരുനാമത്തിൽ ഞങ്ങൾ മോദിരത്താൽ സഭമശിഹായ്ക്കായി വേദിക്കായി തീർന്നാം പിതൃപുത്ര വിശുദ്ധാത്മാവാം പ്രിയേകൻ വന്ദ്യൻ ദൈവമായ പിതാവേ, സ്വർഗ്ഗത്തെയും ഭൂമിയെയും ഉയർത്തി വാഴ്ത്തി സമാധാനപ്പെടുത്തിയ നിന്റെ സമാധാനം ഇപ്പോൾ അന്യോന്യം ചേർന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലമൊക്കെയും അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന് ഇവർക്ക് പൂർണ്ണ ഐക്യമുണ്ടായിരിക്കുമാറാകണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തോത്രവും ദർശനം പുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കയറ്റുവാൻ ഞങ്ങൾ യോഗ്യമുള്ളവരായി തീരണമേ. ജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തെരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ തനിക്ക് രക്തത്താൽ സകല മാലിന്യങ്ങളിൽ നിന്നും പിഴകളിൽ നിന്നും അതിനെ വെടിപ്പാക്കുകയും ഭൗമസഭയിൽ വിവാഹം ചെയ്യുകയും താനും നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും പിശാചുകളുടെ അടിമയിൽ നിന്നും അതിനെ വീണ്ടെടുക്കുകയും സകല കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന മെസ്സിഹാതമ്പുരാന് തന്റെ അടിയാരുടെ മോതിരം വാഴ്ച പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. മനുഷ്യരുടെ സകല പിതാവുകൾക്കും മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും സകല തിന്മകളിൽ നിന്നും അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളിൽ അതീതമായിരിക്കുന്ന ദൈവമായ കർത്താവ്, നാശമില്ലാത്തതും സകല കഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിന്ന് നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മോചനത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണതപ്പെടുവാൻ വിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറുവാനും നിയമിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ദാസരായ നിങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിലെ കാരുണ്യപൂർവ്വമവയാൽ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോചനത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോചനങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടിയെയും ജ്ഞാനത്തിൽ തികഞ്ഞവരും
പൂർണ്ണതയുള്ളവരുമാക്കണമേ. കർത്താവേ, കൃപ ചെയ്ത് ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതാക്കണമേ. ദൈവമായ കർത്താവേ, ലോകത്തിൽ വരുവാനിരിക്കുന്ന ലോകത്തിനും അഴിവില്ലാതെ ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ പ്രകാരേണ ഇവരെ നീ അലങ്കരിക്കണമേ. ഇവന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിക്കുന്നതുമായ നിന്റെ സ്വകീയ മണവറയ്ക്ക് ആനന്ദപൂർവ്വം ഇവരെ നീ അടുപ്പിക്കണമേ. നിൽക്കുന്ന ഈ കൂട്ടത്തെ പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതെ ഇവർ നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധ റൂഹായിൽ ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. വെളിപ്പമുള്ള ദൈവമേ, തനിക്ക് വാഗ്ദത്തം ചെയ്യുന്ന സത്യമുള്ളവനായുള്ളവേ, അന്യോന്യവാദം ചെയ്യുകയും നിന്റെ ശ്രേഷ്ഠതയുടെ സന്നിധിയിൽ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങൾ മുഖാന്തരം അവരുടെ വളവാളത്തിന് മധ്യസ്ഥനായി നിന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ അടിയാറിൽ നിന്ന് ശ്രേഷ്ഠ നടപടികളാകുന്ന മാധുര്യവും പൂമുള്ള പരിമളം വീശുവാൻ ഇവരെ യോഗ്യതയുള്ളവരാക്കണമേ. സത്യസ്നേഹവും നിരപ്പും സമാധാനവും ഒന്നിച്ചു പോകാത്ത ഐക്യമത്യവും ഇവർക്ക് തമ്മിലുണ്ടായിരിക്കുമാറാകണമേ. ആത്മാവിനും ശരീരത്തിനും അന്യോന്യ നിർമ്മലതയെ കാത്തുകൊള്ളുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധവുമായിരിക്കും സ്ത്രീയും സ്തോത്രവും നിർഗ്രഹിച്ചുമാറാകണമേ. ബഹുലമായ അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാകുവാനായിട്ട് പിതാവിന്റെ പുത്രന്റെ ജീവൻ വിശുദ്ധിയുള്ള റൂഹായുടെ തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലത്തെ കാരുണ്യപൂർവ്വം നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായ മോതിരത്തോടുകൂടി കൃപയും നിന്റെ കരുണയുടെ വാഴും തന്നിൽ നിന്ന് നീ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴുകളും അറിഞ്ഞിരിക്കുന്ന കർത്തൃകരങ്ങൾ നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടിയിരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴ്വൽ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വരവിൽ അദൃശ്യമായി നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്ത്രീയന്മാരുടെ കൈകളിൽ നിന്നെന്ന പോലെ പട്ടക്കാരന്റെ കയ്യിൽ നിന്നും നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായി മോതിരത്തെ നീ സ്വീകരിക്കാം. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും തന്റെ പിതാവിനും തന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നീ കരയറ്റുകയും ചെയ്യണം. മൂലം വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യം വിവാഹം ചെയ്തിട്ടുള്ളതായി നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണമാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മോദങ്ങളോട് കൂടെ സ്വർഗീയവാഴ്വുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കമൊതുക്കം കൊണ്ട് ഇവരെ താൻ അലങ്കരിക്കട്ടെ. ഇസഹാക്കിന്റെ വിവാഹ നിശ്ചയം ഒന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കപ്പെടാനും വീടിന് മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തന്റെ രക്ഷ കൊണ്ട് മണവാളിനെ താൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും നാശവും തരാത്ത ആഗ്രഹിക്കലങ്കാരങ്ങളാൽ
ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ സുശാന പുഷ്പങ്ങളെക്കാൾ വിശേഷവാസന നൽകുന്ന പരിപാലനയിൽ കൂടി ഇവരുടെ മനസ്സാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടുപോകുവാൻ ദൈവം ഇവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്നും ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന്റെ നിർമ്മലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് തന്റെ അടുത്തിൽ നിന്ന് നന്ദിയുള്ള കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠത മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ അടിയാന്റെ അപേക്ഷകൾ കേട്ട് വാഴ്വുകളുടെ മക്കളെയും സന്തോഷങ്ങളുള്ള കാലങ്ങളെ ഇവർക്ക് നൽകണമേ. സംപ്രവൃത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിൽ ഇവർ നിലനിർത്തുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണവിരുന്നിന് ഒരുങ്ങി വന്നിട്ടുള്ളവരുടെ മേലും നിന്റെ നന്മകളും വാഴ്വുകളും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ ശ്രീവായ ഈ മണവാളനെ മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ നീ വസിപ്പിക്കുകയും ചെയ്യണമേ. ഒളിവം മർമ്മം കാണിച്ചു ലോകം വരുന്നോടുന്നു. എനിക്കായി നൽകി സർവമെനിക്കായി തന്നിടുന്നു. കഷ്ടം വഞ്ചകനാം ദുഷ്ടനോ രക്ഷകനാം ഈശോയെ സ്തോത്രം. ആയുധമെന്നെ ചാർത്തിക മാംസം രക്തം മോനീരമായി മണവാട്ടി പകലോട് തുല്യ പരിമള വൃക്ഷത്തോടങ്ങനെ ദൈവത്താൽ നീതിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിൽ വന്നിരിക്കുന്ന വിശ്വാസികളെ, കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി 30,000, 60,000, 100,000 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് താൻ നൽകട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്രീവ രാപ്പകൽ നിങ്ങളോട് കൂടെ ഇരുന്ന് തിന്മപ്പെട്ടവരിൽ നിന്നും അവന്റെ സൈനികളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഒന്നാം ഭാഗമായ മോതിരം വാഴുവിന്റെ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുന്ന. രണ്ടാം ഭാഗം കിരീടം വാഴുവിന്റെ ശുശ്രൂഷയാണ്. രണ്ടാം ഭാഗം ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം തലവണയ്ക്കും. നമ്മുടെ മുൻപാകെ ആയിരുന്ന ഈ പ്രിയപ്പെട്ട മണവാളിനെയും മണവാട്ടി അവർ ആരംഭിക്കാൻ പോകുന്ന കുടുംബജീവിതത്തെ ഓർത്ത് ഒരു നിമിഷം നമുക്ക് തലവണയ്ക്കും മൗനമായിട്ട് പ്രാർത്ഥിക്കാം.
അഴിഞ്ഞു പോകാത്ത ആ മണവരയ്ക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോഴ്മക്കാരോടുകൂടി നിത്യ സന്തോഷങ്ങൾക്ക് ഞങ്ങളെയും നീ ക്ഷണിക്കണമേ. ഞങ്ങളവരോടുകൂടിയും അവരുടെയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ പൂർവ്വ മാതാപിതാക്കളെ വാഴ്ത്തി അനുഗ്രഹിച്ചവനായ ദൈവം നമ്മുടെ മുൻപാകെ നിൽക്കുന്ന ഈ മക്കളെയും അനുഗ്രഹിക്കുന്നതിന്റെ പ്രതീകമായി പട്ടക്കാരൻ മണവാളിനെയും മണവാട്ടിയെയും അനുഗ്രഹിച്ചു വെക്കുമ്പോൾ മണവാളിന്റെ മണവാട്ടിയും തന്നെത്താൻ മടങ്ങി കുരിശു വരികയും ജനങ്ങൾക്ക് പ്രതിവാക്യമായി ദേവ കൃപ ചെയ്യണമേ നീ എന്ന് പാടുകയും ചെയ്യും. പൂർവവിശുദ്ധരമായിയ സർവേശ അതം എന്നവരെ വാഴ്ത്തിയ സർവേശൻ അബ്രാം സാറായെന്നവരെ വാഴ്ത്തിയ സർവേശൻ എന്നവരെ വാഴ്ത്തിയ സർവേശൻ യാക്കോബ് വാഴ്ത്തിയ സർവേശൻ പിന്നെ വാഴ്ത്തിയ സർവേശൻ കൃപ ചെയ്യണമേ.
പ്രകാശരാക്കണമേ. നിന്റെ നൽവനങ്ങളാൽ നീ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവിക കൽപ്പനകളുടെ ആനന്ദം കൊണ്ട് ഇവരെ തുറക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ തിരുസന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. കർത്തനരാജൻ നിൻബലത്തിൽ സന്തോഷിക്കോ. ഹല്ലേലൂയ ഹല്ലേലൂയ. താരക്ഷയിലവനെഞ്ചം മോദിക്കൂ. അനുഗ്രഹം ഉണ്ടിടും അവനെ നീ ഹല്ലേലൂയ ഹല്ലേലൂയ. മാന്യമൊഴികൾ ശിരസിൽ കൊണ്ടുപാലിക്കുമോ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കണമായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തോത്രവും ദർശനം പുകഴ്ചയും മാനുഭകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറയായ യഥാപ്രകാരം ഇരിക്കുന്നതുമായ സ്വയംഭൂവും തന്റെ മാലാഖമാർ തന്റെ സിംഹാസനം ചുറ്റും നിന്ന് തനിക്ക് വന്ദനമണച്ചുകൊണ്ടിരിക്കുന്ന ആദ്യന്തമില്ലാത്ത വചനവും ധാരാളമായി തന്റെ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്ത് അടുക്കിലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വവാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നതുമായ തന്റെ ശ്രേഷ്ഠത്വത്തിന് സ്തുതി. തന്റെ അടിയാരുടെ കിരീടം ബാഷ്പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്ത് നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും തനിക്ക് യോഗ്യമായിരിക്കുന്നു. സകല സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും വരലോടും കൂടെ തന്നെ മഹത്വീകരിക്കുകയും എളിയവരായ ഞങ്ങളുടെ സ്തുതികൾ സന്തോഷിക്കുകയും ബലഹീനരും മൺമയരുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, ഇവിടെ അടുത്തു വന്ന് നിന്റെ കരുണയുടെ നിഴലിൽ കീഴിലും ദൈവയുടെ ചെറിയ കീഴിലും അഭയം പ്രാപിച്ചിരിക്കുന്നവരുമായ നിന്റെ മക്കളെ നീ വാഴ്ത്തണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ ഇവരെ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് അകന്നിരിക്കുന്നവരുമാകുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയുടെ തീക്ഷ്ണതയിലും നിന്റെ കൽപ്പനകളുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരുമാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധരുടെ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവരെ ദ്വേഷിക്കുന്നവരും നിന്റെ ദൈവത്വത്തിന് അനുസരണമുള്ളവരുമായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ഹോശോ വബുക്കോൽ സുബാനിലവൽമേ. യാതി പുത്രി നീയ സുന്ദരി ബഹു സുന്ദരി സ്ലേമോൻ രാജത്തിൽ സഭയാമിന്റെ കാട്ടകൾ നീ അത്തരം പൊഴിക്കുന്നു. അംഗികൾ സുഗന്ധി സുന്ദരി സഭയെ നിങ്ങൾ മാലിന്യം ഇല്ല.
ഇല്ലേതുമേ മസിഹാരാജൻ തൻ കുരിശാൽ നിന്നെ കാത്തിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ പാടുമോ ജാതിപുത്രി നീ സുന്ദരി സർവസുന്ദരി അജ്ഞാനത്തിൽ സൂര്യൻ സാദൃശ്യം നീയാകുന്നു. നിന്റെ നെറ്റിമേൽ ശ്രീപായി മുദ്ര വിശുദ്ധമറിവാൻ സ്വന്തം പാടുന്നു. ഇരുരക്തത്താൽ നിന്നുടെ ചുണ്ടല്ല ചുവന്നതത്രേ അവരുടെ സ്വന്തം സന്നിധിയിൽ പാടിയിടുന്നു. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ നാഥ അനുഗ്രഹിക്കണമേ. പൗലോസ്ലീഹ എഫെസ്യരുടെ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നും എന്റെ സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കുകയും മശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിക്കുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവിന് എന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുകയുടെ തലയും ശരീരത്തിന്റെ ശിലാവാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭാ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാർ ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും മശിഹായും തന്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെളിപ്പാക്കുവാനും മഹത്വമുള്ളതായും മാലിന്യവും കറിയും ഇവയ്ക്ക് സമമായ യാതൊന്നുമില്ലാതെ വിശുദ്ധയും നിഷ്കളങ്കവുമായും തനിക്ക് തന്നെ സഭയായി അതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ ഞങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും പുരുഷന്മാർക്ക് ന്യായമാകുന്നു. എല്ലാവർക്കും എഴുന്നേൽക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സഹോദരന്മാരെ, നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് നമ്മുടെ ആത്മാവോടുകൂടെ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹായുടെ ജീവൻ നൽകുന്ന പ്രസംഗമായി നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ നമ്മുടെ രക്ഷയ്ക്കായി തന്നെ നാമലാകമേ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകമറിയാം ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവരക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നമ്മുടെ കാലത്ത് ഇപ്രകാരം അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടാടുന്നു. ഈശോ തമ്പുരാൻ ഈ വചനങ്ങളെ പറഞ്ഞു തരുന്നതിന് ശേഷം ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട യോർദാന്റെ അക്കരെ യഹൂദയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി വളരെ പുരുഷാരം തന്റെ പിന്നാലെ ചെന്നു. അവിടെ വെച്ച് താൻ അവരെ സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തന്നെ ഭാര്യ അപേക്ഷിപ്പാൻ ന്യായമാകുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി അരുളിച്ചത്, ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും ഇതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും തന്റെ മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരും എന്നല്ല ചെയ്തു എന്നുമുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഉണ്ടായിരിക്കട്ടെ. വെക്കപ്പെടുന്ന തലകളും
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. വാനിൽ നിന്നോരു മകുടം കത്തലിൽ നിന്നിറങ്ങി മണവാളൻ ശിരസിന്മേ കഹലോ ചൂട്ടിയിടുന്നു. ദമ്പതികളെയും മുടിയാ മണവറയിൽ സന്തോഷിപ്പിക്കാം. Mens mayo soya noe, legasino yoye, lindo durkavino soye, berise. ശിരസിൻ മുടിയേയും വാഴ്ത്തിടണമേ. നിന്നോരു മകുടം കത്തലിൽ നിന്നിറങ്ങി മണവാളൻ ശിരസിന്മേൽ കഹലോ ചൂട്ടിയിടുന്നു. കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സകല ശക്തിക്കും നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വാനിൽ നിന്നോരു മകുടം കത്തലിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേൽ കഹലോ ചൂട്ടിയിടുന്നു. ദമ്പതികളെയും മണവറയിൽ സന്തോഷിപ്പിക്കാം. Mens mayo soya noe, legal soyoye, hilo durkavino soye, berise. രക്ഷകനേ മുറിയേ നിങ്ങൾക്കായി മുടങ്ങിടട്ടെ. പിതൃപുത്രവിശുദ്ധാത്മനോ സ്തോത്രം പാടിയിടുവിൻ. വാനിൽ നിന്നോരു മകുടം കത്തലിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേൽ കഹലോ ചൂട്ടിയിടുന്നു. കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത ആഗ്രഹിക്കുന്ന അലങ്കാരങ്ങളാലോ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധവുമായിട്ടും ഈ സ്തുതികളെ കൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാകാം. നിങ്ങളുടെ ആയുസ് വൃത്തിപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മശിയ സത്യത്തിന്റെ മണവാക്കുകൊണ്ട് നിങ്ങളുടെ മണവാട്ടിയെ മുതിരട്ടെ. മശിയാന്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ ഫലങ്ങളെ നിങ്ങളുടെ മേൽ വന്നാവസിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിന്റെ മാലാഖ നിങ്ങളോടുകൂടെ ഇരുന്ന്
ആകൽസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളുടെ ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേബിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം ആകാശത്തു നിന്ന് മഞ്ഞും ഭൂമി പ്രകടിപ്പിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബിന്റെ പുത്രനായ യൗസേബിനെ വാഴ്ത്തി നിന്റെ പിതാവിന്റെ ദൈവത്തെ സ്നേഹിക്കുകയും തന്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വയ്ക്കപ്പെട്ട കീടങ്ങളിന്മേലും വസിക്കട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുക. സകലജാതികളും സന്തോഷ വാഴട്ടെ. ദൈവൈശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അക്കുറിക്കട്ടെ. ആ പാപിയായ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങൾ സർവ്വരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. തോട്ടത്തിൻ ഉടയോനേ, എന്നെ വേൾക്കുവാൻ വന്നവൻ നീ. ഇളക്കാറ്റു കൊണ്ടുപോകാം ഉല്ലാസം കർത്താവേ, എന്നെ വേദിക്കാതെ നിശ്ചയിച്ച മണവാട്ടിയായി ഞാൻ. വിശുദ്ധനാം സത്യമണവാള കരുണ ചെയ്തെന്നെ ശരണം നീയേ. കുരിശിനാൽ കൊടുത്ത സ്ത്രീധനവും കഷ്ടപാടാ സ്വതന്ത്രതയും എൻ മണവാളത്തിൽ ബിംബകയായി വിളിച്ചെന്നെ നീ. കള്ളന്മാരന്റെ സൗന്ദര്യത്തെ കൊള്ള ചെയ്യുവാൻ മോഹിച്ചെടുത്തു. സ്നേഹത്താൽ വേദിച്ചവരെ അടിമയിൽ നിന്നോ ഞാൻ സ്വതന്ത്രയും മണവാട്ടിയെയും ശിരസിൻ മൊഴിയേയും നീ. വാഴ്ത്തുക നാഥ ദമ്പതികളെയും അവരാവനാമത്തിൽ നീ. നിൻ ജനവും എന്നേക്കും വാഴ്ത്തപ്പെടേണം. വാഴ്ത്തിയിടണമേ പരലോക വാഴ്വാഴികളേ. വാഴ്ത്തിയിടുക നിൻ അടിയാവായ്കളിൽ സ്തുതിയെ നാഥാ നീ. വാഴ്ത്തിയിടുക നിന്നെ വന്ദനം ചെയ്തിടുവാൻ. എന്റെ വാത്സല്യമുള്ള സഹോദരരെ, നാം ദൈവത്തിന്റെ ഭവനത്തിൽ നിൽക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ പരിവേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ മുൻപാകെയും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുൻപാകെ, ശ്ലീഹായുടെ മുൻപാകെ, വിശുദ്ധ ഏവൻഗേലിയോന്റെ മുൻപാകെ, ഈ യോഗത്തിന് മുൻപാകെ, ഹൃദയവിചാരങ്ങളെ അറിയാത്തവന് മുൻപാകെയല്ല അറിയുന്നവന് മുൻപാകെ മാത്രമേ നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളുകയും, ഇതാ ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം
ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കും. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും ഒറ്റക്കാലമേലും സംസാരന്മാരുടെ മേലും വീണ്ടും വിശ്വാസികളെ നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ ഭാര്യയുമായുള്ളതെന്നും ഏത് വിധത്തിലായിരിക്കാൻ ന്യായമാകുന്ന ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളോട് എല്ലാവരോടും ആകുന്നു എന്നറിഞ്ഞുകൊള്ളുകയും നിങ്ങളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശുദ്ധിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏത് പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവളും അവനോട് വർത്തിക്കുകയും യോഗ്യമാമണ്ണ അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവരോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കുടുംബജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് ധാരാളം സ്വപ്നങ്ങൾ ഉണ്ടാകും. ഏതൊരു യുവാവിനെ യുവതിക്കുള്ളതുപോലെ സ്വപ്നം കാണുന്നതിനൊന്നും പരിധിയില്ല. പക്ഷേ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ കൂട്ടിമുട്ടുന്നിടത്താണ് ജീവിതത്തിന്റെ പ്രയാസവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി സ്വപ്നം കണ്ടവരാണ്. നിങ്ങളുടെ കുടുംബജീവിതത്തെ കുറിച്ചുള്ള സ്വപ്നം യാഥാർത്ഥ്യമാകുകയാണ്. ലോകത്തിൽ ഒരു ഭാര്യയ്ക്കും സ്വപ്നം കണ്ട ഭർത്താവിനെ കിട്ടിയതായിട്ട് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല, അല്ലെങ്കിൽ ആരും പറഞ്ഞിട്ട് വിടുന്നത്. ലോകത്തിൽ ഒരു ഭർത്താവിനും സ്വപ്നം കണ്ട ഭാര്യയും കിട്ടിയിട്ടില്ല. അതൊക്കെ സ്വപ്നങ്ങളിലും കഥകളിലും മാത്രമാണ്. ലഭിച്ച ഭാര്യയെ ദൈവം എനിക്ക് നൽകിയ ഭാര്യയായിട്ടും ലഭിച്ച ഭർത്താവിനെ ദൈവം എനിക്ക് ദാനം നൽകിയ ഭർത്താവായിട്ടും കാണുമ്പോഴാണ് കുടുംബജീവിതം സന്തോഷകരമായിട്ട് തീരുന്നത്. രഞ്ജിത്തിന് തൻ്റെ ഭാര്യ എങ്ങനെയായിരിക്കണമെന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഒത്തിരി പ്രതീക്ഷകളാണ്. നാളെ രാവിലെ നേരം കിടക്കുമ്പോൾ നല്ലൊരു ചായ കിട്ടും എന്നൊക്കെ സ്വപ്നം കാണും. ആഗ്രഹിക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ, കുട്ടിയെ കുറിച്ചു. അപ്പോൾ ഒത്തിരി സ്വപ്നങ്ങൾ കാണുവാനായിട്ടുള്ള അവകാശം രണ്ടു കൂട്ടർക്കും ഉണ്ട്. എന്നാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള കുറവുകളുണ്ട്, പരിമിതികളുണ്ട്. നോബഡി ഈസ് പെർഫെക്റ്റ്. ആർക്കും പൂർണ്ണതയുള്ളവരായിട്ട് ആരും ലോകത്തിലില്ല. അതുകൊണ്ട് അപൂർണതകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് മനസ്സിലാക്കി അന്യോന്യം കരുതി ജീവിക്കുമ്പോഴാണ് കുടുംബജീവിതം അനുഗ്രഹകരമായി തീരുന്നത്. ക്രിസ്തീയ കുടുംബജീവിതം എന്ന് പറയുന്നത് വലിയ ചുമതലയാണ്, വലിയ പദവിയാണ്. തമ്മിൽ വഹിക്കുക, തമ്മിൽ ക്ഷമിക്കുക, പരസ്പര ധാരണയോടെ ജീവിക്കുക. ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോഴാണ് കുടുംബജീവിതം കൂടുതൽ സന്തോഷകരമായി തീരുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പേരന്റിനെ കൂടി ലഭിക്കുക. ആഷയ്ക്ക് ഒരു മാതാപിതാക്കളെ കൂടി ലഭിക്കുന്നു, രഞ്ജിത്തിന് ഒരു മാതാപിതാക്കളെ കൂടി ലഭിക്കുന്നു. രണ്ടുപേരുടെയും പേരൻസിനെ രണ്ടുപേർക്കും സ്വന്തം മാതാപിതാക്കളായി കാണുവാനായിട്ട് സാധിക്കണം. എൻ്റെ അപ്പൻ നിന്റെ അപ്പൻ, എൻ്റെ അമ്മ നിന്റെ അമ്മ, അങ്ങനെയല്ല നമ്മുടെ മാതാപിതാക്കൾ. അങ്ങനെ കാണുമ്പോഴാണ് കുടുംബജീവിതം സന്തോഷകരമായി തീരുന്നത്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം, മറ്റുള്ളവരെ ബഹുമാനിക്കണം. നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നിങ്ങൾ തനിച്ചല്ല, നമ്മളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. സമൂഹത്തിൽ ധാരാളം ആളുകൾ ആവശ്യമുള്ളവരുണ്ട്. നിങ്ങൾ നല്ല ആഹാരം കഴിക്കുമ്പോൾ ആഹാരമില്ലാത്തവരെ ഒന്ന് കരുതണം. നല്ല വസ്ത്രം ധരിക്കുമ്പോൾ വസ്ത്രമില്ലാത്തവരെ കരുതണം. ചുരുക്കി പറഞ്ഞാൽ ആവശ്യക്കാരെ കാണുമ്പോൾ സഹായിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ട് നാം തന്നെയല്ല ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടത്, നമുക്ക് ചുറ്റുപാടുമുള്ളവർ ജീവിക്കണം. അവർക്ക് ക്ഷീണമുണ്ടെങ്കിൽ അവരെ കരുതുവാനായിട്ടുള്ള ചുമതല കുടുംബമായ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും സന്തോഷകരമായി തീരുവാൻ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാണ് തിരുവചന ധ്യാനം. അതുകൊണ്ട് നിങ്ങൾ കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് സമ്മാനം നൽകുന്നത് ഇടവകയാണ്. വല്ലപ്പള്ളി സേവ്യർ നടത്തുന്ന ഇടവക നിങ്ങൾക്ക് നൽകുന്ന സമ്മാനം ഇതിനേക്കാൾ വിലപ്പെട്ട ഒരു സമ്മാനം നൽകുവാനായിട്ടില്ല. വിശുദ്ധ വേദപുസ്തകം ഇത് ഷോക്കേസിൽ വെക്കാൻ വേണ്ടിയല്ല, എല്ലാ ദിവസവും ഇത് വായിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം വായിക്കണം. വായിച്ചാൽ മാത്രം പോരാ, ഒരുമിച്ച് പ്രാർത്ഥിക്കണം. 3-ാമത്തെ കാര്യം, ഒരുമിച്ച് ആരാധനയിൽ പങ്കെടുക്കണം. നിങ്ങൾ രണ്ടുപേരും എനിക്കറിയാം 2 ദേശത്തൊക്കെ അല്ലെങ്കിൽ വിദേശത്തൊക്കെ ജീവിക്കുന്നവരൊക്കെ ആയിരിക്കാം. എന്നാൽ എവിടെയാണെങ്കിലും ഒരുമിച്ചുള്ള കോർപ്പറേറ്റ് വർഷിപ്പിന്റെ ഭാഗമായി തീരുമ്പോഴാണ്, നമ്മളൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെന്ന് അറിയുന്ന അന്നേരം ഒരു സമൂഹത്തോട് കൂടെ ചേർന്ന് ആരാധിക്കുമ്പോൾ അതാണ് സന്തോഷം. അതുകൊണ്ട് ക്രമമായും നിങ്ങൾ ഒരുമിച്ച് പള്ളി ആരാധനയിൽ എവിടെയാണെങ്കിലും നിങ്ങൾ പങ്കെടുക്കണം. പണം, സമയം, കഴിവ് ഇതിലൊക്കെ നിങ്ങൾ ഒന്നിൻ്റെ ഉടമസ്ഥരല്ല. നിങ്ങൾ വെറും ഗൃഹവിചാരകർ മാത്രമാണ്, സൂക്ഷിപ്പുകാർ, നോക്കി നടത്തിപ്പുകാർ മാത്രമാണ്.
എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വരുമാനത്തിന്റെ അംശം വേർതിരിച്ച് ദാനധർമ്മത്തിന്, സുവിശേഷ വേലയ്ക്ക് വേണ്ടിയൊക്കെ കൊടുക്കണം. ദൈവം നിങ്ങൾക്ക് അനുഗ്രഹിച്ച് മക്കളെ നൽകുമ്പോൾ ആ മക്കളെ ദൈവഭക്തിയിൽ, നീതിബോധത്തിൽ ജോലി കണ്ടെത്തുവാൻ ഒക്കെ നീ സഹായിച്ചിട്ട് 2 കുടുംബങ്ങൾ ഒന്നായി തീർന്നിരിക്കുന്ന ദിവസമാണല്ലോ. ഈ മക്കളെ അവിടുന്ന് വാഴ്ത്തണമേ, അവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ. അന്യോന്യം സ്നേഹിച്ച്, അന്യോന്യം ഭാരങ്ങളെ വഹിച്ച്, സൂതകങ്ങൾ പങ്കുവെച്ച് കർത്താവേ, മാതൃകയും സാക്ഷ്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിപ്പാൻ നിന്റെ മക്കൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവേ, ഈ ആലയത്തിൽ വന്ന് തിരുമേശയുടെ മുൻപാകെ നിന്ന് ഈ മക്കളെ ഒരുമിച്ച് തിരുനാമത്തിൽ കൂട്ടിച്ചേർക്കുവാൻ അവിടുന്ന് സഹായിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം. ഒരിക്കലും പിരിയാത്ത ബന്ധമായി നിലനിൽപ്പാൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമുള്ള ഒരു കുടുംബജീവൻ നയിപ്പാൻ നിന്റെ മക്കൾക്ക് ഇടയാക്കണമേ. ഇവിടെ വന്നിരിക്കുന്ന മക്കളെ എല്ലാവരെയും വാഴ്ത്തണമേ. ഞങ്ങൾ എല്ലാവരും കർത്താവ് ഈ പ്രിയ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് അർപ്പിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തെ വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. മാതാപിതാക്കൾക്ക് അഭിമാനിക്കാവുന്ന മക്കളായി കുടുംബജീവിതത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുവാൻ അവർക്ക് ഇടയാക്കണമേ. യേശു നാമത്തിൽ യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. കർത്താവിനാൽ പ്രിയരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശിഷ്യ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന സംബന്ധിച്ചുള്ള നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. Shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessing, precious reviving again. Over the hills and the valleys, sound of abundance of rain. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessing, oh that today they might fall. Now as to God we're confessing, now as on Jesus we call. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Mercy drops round us are falling, but for the showers we plead.
ദമ്പതികളെ സ്വാഗതം ചെയ്യാം. രഞ്ജിത്ത് ആൻഡ് ആശയ്ക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. നിങ്ങളുടെ കൈകളൊക്കെ ഫ്രീ ആണെങ്കിൽ പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ആൻഡ് വെൽക്കം രഞ്ജിത്ത്. എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒന്ന് അല്പസമയം ദൈവസന്നിധിയിൽ തലകൾ നൽകാം. നക്ഷത്രം മുന്നേ പ്രാർത്ഥനയെ കേട്ട് ബ്രജിത് അച്ഛനെ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, വിശുദ്ധ വിവാഹത്തിന്റെ കുദാശയുടെ ക്രിസ്തീയ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ച രചനയായി നാശമായി ഈ വിവാഹം മൂലം ഒന്നായി തീർന്ന കുടുംബങ്ങൾക്കായി വിവാഹത്തിന് ശേഷം ഞങ്ങൾക്ക് ഒരുമിച്ച് സർക്കാരിനായി എടുത്തുകൊണ്ടിരിക്കുന്നു. പിതാവേ, ഞങ്ങൾക്ക് ഈ സന്തോഷ കൂട്ടായ്മയിൽ പങ്കുചേരുവാൻ ഇടയായ സ്ഥിതി ഞങ്ങൾ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുന്നത് നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരണമേ. ഈ റിസപ്ഷനെ നീ അനുഗ്രഹിക്കണമേ. അതായത് ഇവിടെ ചെയ്യുന്ന പല കാര്യങ്ങളും എൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരസ്പരം പങ്കിടലിൻ്റെ അനുഭവവും പ്രകാശമായിത്തീരുന്ന അനുഭവവും മധുരതരമായ ജീവിതാനുഭവങ്ങളും എല്ലാം നിന്റെ മക്കളുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളായി തീരുവാൻ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഭക്ഷണത്തിനായ സ്തുതി, ഒരുക്കിയ കരങ്ങൾക്കായ മുഖാന്തരങ്ങൾക്കായി അങ്ങനെ വാഴ്ത്തുന്നു. ഭക്ഷിച്ച് ബലപ്പെട്ട് അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി ജീവിക്കാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗീയ മണവാളനായ കർത്താവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന മണവാട്ടികളായി കാണപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Ranjit and Asha, wish you a very happy married life and congratulations. നമുക്ക് ആദ്യം തന്നെ രഞ്ജിത്ത് ആൻഡ് ആശ, രഞ്ജിത്ത്, ആശ ആൻഡ് ജെയിംസ്. അപ്പോൾ ഇവർ രണ്ടുപേരെയും ഇവരുടെ കുടുംബക്കാരെയും ഒന്ന് പരിചയപ്പെടുത്തുന്ന ചടങ്ങാണ് ആദ്യം. നമ്മൾക്ക് എല്ലാവർക്കും ഇവരെ വ്യക്തിപരമായി അറിയാം, എന്നാൽ കൂടി ഞാനൊരു ചെറിയൊരു അവസരത്തിൽ ഒന്ന് അവരെ പരിചയപ്പെടുത്തുകയാണ്. രഞ്ജിത്ത് സിവിൽ എഞ്ചിനീയർ ആണ്, GCC അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ആഷ ആനി ജെയിംസ് രജിസ്റ്റേർഡ് നേഴ്സാണ്, മെഡിസിറ്റി കൊല്ലത്ത് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതാണ് ഇവർ രണ്ടുപേരെയും പറ്റിയാണ് നമ്മൾ നവദമ്പതികളെ പറ്റിയുള്ളത്. ഇനി ഇവരുടെ കുടുംബക്കാരെ നമുക്ക് വേദിയിൽ സ്വാഗതം ചെയ്യാം. ആദ്യം നമുക്ക് ബ്രൈഡിൻ്റെ ഫാദർ മിസ്റ്റർ ജെയിംസ് മാത്യു, സിസ്റ്റർ ആൻഡ് മദർ. ഇനി അടുത്തതായി നമ്മൾക്ക് നമ്മളുടെ ഗ്രൂമിൻ്റെ ഫാദർ, രഞ്ജിത്തിൻ്റെ ഫാദറിനെ നമുക്ക് വെൽക്കം ചെയ്യാം. ബഹുമാനപൂർവ്വം നമുക്ക് ക്ഷണിക്കാം മിസ്റ്റർ ഫിലിപ്പ് KM ഫ്രം കാഞ്ചനത്ത് ഫാമിലി. അദ്ദേഹം ഒരു സർവീസ് മാൻ ആണ്, മിലിറ്ററി സർവീസ് മാൻ ആണ്. അദ്ദേഹത്തെ ഈ ഒരു വേദിയിൽ സാദരം ക്ഷണിക്കുന്നു, മിസ്റ്റർ ഫിലിപ്പ് KM. അതോടൊപ്പം തന്നെ ഗ്രൂമിൻ്റെ മദർ മിസ്സസ് സുധ ഫിലിപ്പ്, ഗ്രൂമിൻ്റെ സിസ്റ്റർ രഞ്ജു ഫിലിപ്പ് ആൻഡ് ഗ്രൂമിൻ്റെ ബ്രദർ ഇൻ ലോ, അതായത് രഞ്ജുയുടെ ഹസ്ബൻഡ് റോണി, അവർ രണ്ടുപേരുടെയും മകൾ ഹന്ന സാറ റോണി. ഇവരെ നമുക്ക് കുടുംബസമേതം വേദിയിൽ സാദരം ക്ഷണിക്കാം. നമ്മളുടെ രഞ്ജുയുടെ ഹസ്ബൻഡ് റോണി തോമസ്, അദ്ദേഹം ക്രെഡിറ്റ് മാനേജറായിട്ട് ബാങ്കിൽ വർക്ക് ചെയ്യാണ്. അവരുടെ സ്ഥലം കൊല്ലമാണ്. ആൻഡ് ദേ ആർ ബ്ലെസ്ഡ് വിത്ത് ദ ബ്യൂട്ടിഫുൾ കിഡ് ഹന്ന സാറ റോണി, 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. സോ ഇതാണ് ഇവരുടെ കുടുംബം. അങ്ങനെ ഈ രണ്ട് കുടുംബങ്ങൾ ഒന്നായിരിക്കുന്ന ഒരു അവസരത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഇവർക്കായിട്ട് നൽകാം.
വിജയത്തിൽ